ഹൈദരാബാദിലെ ആശുപത്രിയിലുണ്ടായ പോലീസ് വെടിവയ്പിൽ കൊടും കുറ്റവാളി കൊല്ലപ്പെട്ടു. 61 കേസുകളിൽ പ്രതിയായ ഷെയ്ഖ് റിയാസാണ് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച കസ്റ്റഡിയിലെടുക്കുന്നതിനിടെ റിയാസ് ഒരു പോലീസുകാരനെ കുത്തിക്കൊന്നിരുന്നു. കെ.ബി. ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഇതുണ്ടായത്? വിശദ വിവരങ്ങൾ എങ്ങനെ? മോത്തി, ഗുഡ് മോർണിംഗ്. ഏതായാലും ഹൈദരാബാദിൽ ഇതിനു മുൻപും ഈ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾക്ക് കുപ്രസിദ്ധി ഉള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ VC സജ്ജനാർന്ന IPS ഉദ്യോഗസ്ഥൻ ഏറ്റുമുട്ടൽ കൊല നടത്തിയൊക്കെ മുൻപ് വലിയ വിവാദമായിരുന്നു. ഏതായാലും അതിൽ ഒടുവിലത്തെ സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതായത് ഷെയ്ഖ് റിയാസ് എന്ന വളരെ കുപ്രസിദ്ധനായിട്ടുള്ള ചെറിയ പ്രായത്തിൽ തന്നെ 61ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ്. ഇയാളെ കഴിഞ്ഞ ദിവസം നിസാമാബാദിൽ നിന്ന് പോലീസ് പിടികൂടിയിരുന്നു. ഈ പിടികൂടുന്നതിനിടയിൽ ഇയാൾ പോലീസിനെ ആക്രമിച്ച് ഒരു കോൺസ്റ്റബിളിൻ്റെ ജീവൻ എടുത്തിരുന്നു. അയാളെ കുത്തിക്കൊല്ലുകയാണ് ചെയ്തത്. ഏതായാലും ഈ പിടികൂടുന്നതിന് ഇയാൾക്ക് നിസ്സാര പരിക്കുകളൊക്കെ പറ്റി. തുടർന്ന് നിസാമാബാദിലെ ആശുപത്രിയിലേക്ക് ഇയാളെ ചികിത്സയ്ക്കായി എത്തിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ഈ ചികിത്സയ്ക്കിടെ ഇയാൾക്ക് കാവൽ ആയുധധാരികളായിട്ടുള്ള പോലീസുകാരുണ്ടായിരുന്നു. ഈ ഒരു പോലീസുകാരൻ്റെ തോക്കെടുത്ത് ഇയാൾ വെടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാണ് പോലീസിന്റെ വിശദീകരണം. തുടർന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റൊരു പോലീസുകാരൻ ഇയാളെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. സാധാരണ ഒരു പ്രതിയൊക്കെ പിടികൂടുമ്പോൾ മുട്ടിന് താഴെ വെടിവെക്കണം എന്നൊക്കെയാണ് പറയുക. പക്ഷേ പോലീസ് ഇയാൾക്ക് നേരെ നിറയൊഴിക്കുകയാണ് ഉണ്ടായത്. ഇതൊരു ഫേക്ക് എൻകൗണ്ടർ ആണോ തുടങ്ങിയ സംശയങ്ങളൊക്കെ മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ ഉയർത്തുന്നുണ്ട്. ഏതായാലും പോലീസ് വിശദീകരിക്കുന്നത് പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഇയാളെ ഗത്യന്തരമില്ലാതെ വെടിവെച്ച് വീഴ്ത്തേണ്ടി വന്നു എന്നാണ് തെലങ്കാന DGP നേരിട്ട് തന്നെ പറയുന്നത്. ഏതായാലും സംഭവത്തിന് തൊട്ട് പിന്നാലെ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ആശുപത്രിയിലേക്ക് എത്തുകയൊക്കെ ചെയ്തിരുന്നു. നിരവധി കേസിലെ പ്രതിയാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ പോലും ഏറ്റുമുട്ടൽ കൊലയെ ഒരിക്കലും ന്യായീകരിക്കാനാവില്ല എന്നും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഈ പ്രതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടത്തി മറ്റ് നടപടികൾക്കായി കാത്തിരിക്കുകയാണ്.